തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിക്കടത്ത് കേസിൽ പിടിയിലായ പ്രതിക്ക് കോടികളുടെ സമ്പാദ്യമുണ്ടെന്നുള്ള കണ്ടെത്തൽ വരികയാണ്. തിരുവനന്തപുരം റൂറൽ പോലീസ് പിടികൂടിയ ഡോൺ സഞ്ജു നിർമ്മിക്കുന്നത് 2 കോടി രൂപ ചിലവ് വരുന്ന വീടാണ്. മയക്കുമരുന്ന് കടത്തിനായി ഇയാൾ നിരവധി തവണ വിദേശ സന്ദർശനം നടത്തിയതായും പോലീസ് കണ്ടെത്തി. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഈ എന്ത് ചെയ്തും ഏതു വിധേനയും ലഹരി കടത്തുക, കാരണം അത്രമാത്രം പണമാണ് ഇതിലൂടെ സമ്പാദിക്കാനാവുക എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് സ്വന്തം ജീവൻ റിസ്കിലാക്കി തന്നെ ആളുകൾ ഇത്തരത്തിലുള്ള പണിക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ ഡോൺ സഞ്ജുവിന്റെ സമ്പാദ്യം അത് എത്രമാത്രമാണ്, എന്തൊക്കെ കണ്ടെത്തലുകളാണ്? അക്ഷയ, കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ നാട്ടിലെ വലിയ വിപത്താണ് ലഹരി. പ്രത്യേകിച്ച് യുവാക്കൾ, ചെറുപ്രായമുള്ള കുട്ടികൾ, അവരെയൊക്കെ ലഹരിയുടെ വലയിൽപ്പെടുത്തി അവരുടെയൊക്കെ ജീവിതം നശിപ്പിക്കുന്നു. ആ ജീവിതം നശിപ്പിക്കുന്ന ആ മരണത്തിൻ്റെ വക്കിലേക്ക് ആ യുവതലമുറയെ തള്ളിവിട്ട് ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഈ വീട് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ കല്ലമ്പലത്ത് വെച്ച് ഒമാനിൽ നിന്ന് വന്ന ഡോൺ സഞ്ജു എന്ന സഞ്ജയും കൂട്ടാളികളെയും പോലീസ് പിടികൂടുന്നത്. അവരിൽ നിന്ന് 2.5 കോടി രൂപ വിലമതിക്കുന്ന MDMA ആണ് പിടികൂടിയത്. ഇയാളെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം നടന്ന തുടരന്വേഷണത്തിലാണ് ഇയാളുടെ കോടികളുടെ സമ്പാദ്യം കണ്ട് അന്തം വിട്ട് പോലീസ് നിൽക്കുന്നത്. ഈ മയക്കുമരുന്ന് വിൽപ്പനയുടെ വലിയ തോതിൽ ബിനാമി ഇടപാടിലൂടെയുമൊക്കെ ഇയാൾ പണം സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, കല്ലമ്പലത്ത് ഞെക്കാടുള്ള സ്ഥലത്ത് ഒരു വീട് ഇയാൾ വെക്കുന്നു എന്നറിഞ്ഞ് പോലീസ് അവിടെ പരിശോധിച്ചു. ഏതാണ്ട് 2 കോടി രൂപ എങ്കിലും ചെലവ് വരുന്ന ഒരു ആഡംബര വീടാണ് അയാൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ സഹോദരനും സമാനമായ രീതിയിൽ മറ്റൊരു വീട് വെക്കുന്നുണ്ട്. ആ സഹോദരനും നേരത്തെ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് പിടിയിലായ വ്യക്തിയാണ്. ഇപ്പോൾ ഈ ഡോൺ സഞ്ജയെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഇയാൾ വർക്കല ടൂറിസം മേഖല കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ ലഹരി ഇടപാടുകൾ കൂടുതലും നടക്കുന്നത്. ഇതുകൂടാതെ സംസ്ഥാനത്തെ MDMAയുടെ പ്രധാനപ്പെട്ട കച്ചവടക്കാരൻ ഇയാളാണ് എന്ന് പോലീസ് അനുമാനിക്കുന്നുണ്ട്. മാത്രമല്ല, സിനിമാ മേഖലയിൽ അടക്കം ഇയാൾക്ക് ബന്ധങ്ങളുണ്ടോ എന്നുള്ള ലഹരി കടത്തുമല്ലാതെ ഇത് വിപണനവും അല്ലാതെ വേറെ എന്തെങ്കിലും പണി പേരിനെങ്കിലും ഇയാൾക്കുണ്ടോ? ഇല്ല, ഇയാൾ നേരത്തെ വളർത്തുനായ വിൽപ്പന എന്നൊക്കെ പറഞ്ഞൊരു ഫാമൊക്കെ നടത്തിയിരുന്നു. ആ ഫാമിന്റെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പനയാണ് എന്ന് പോലീസ് വിവരം കിട്ടുകയും അങ്ങനെ പോലീസ് അവിടെ ചെല്ലുമ്പോൾ വളർത്തുനായ തുറന്നിട്ട് പോലീസിനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നേരത്തെ മാതൃഭൂമി ന്യൂസിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇയാൾക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. ഇയാൾ കഴിഞ്ഞ 6 മാസമായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പോലീസ് ഇപ്പോൾ പറയുന്നത് ഇയാൾ മാസത്തിലൊരു 3-4 തവണയെങ്കിലും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അതും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പല വിമാനത്താവളങ്ങൾ വഴിയാണ് ഇയാളുടെ യാത്ര. ഈ യാത്രകളെല്ലാം മയക്കുമരുന്ന് കടത്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് തന്നെയാണ്